ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും പോലെ തന്നെ നമ്മളും വിഷു കണി ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത്. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വന്നിട്ട് ഈ കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം എല്ലാവരും ഉരുളിയിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വെക്കുന്നത്. ഞാനിപ്പോൾ അത് വെക്കുന്നില്ല. ഞാനിപ്പോൾ തൽക്കാലം ഇതേപോലൊരു ട്രെയിലാണ് വെക്കുന്നത്. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെയാണ് ആദ്യം വെക്കുന്നത്. വെള്ളരിക്ക വെച്ചു, പടവലങ്ങ, പിന്നെ നമ്മുടെ മത്തങ്ങ, പിന്നെ നമ്മൾ മാങ്ങ, ക്യാരറ്റ്. അപ്പം നമ്മൾ ഏകദേശം അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പം കോവയ്ക്കയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. പയറും നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പം ബാക്കി ഉള്ള സാധനങ്ങളാണ് നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചത്. പൂവ് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് എടുക്കുകയായിരുന്നു ചെയ്തത്. ബാക്കി ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയത് തന്നെയാണ്. ഇപ്പം മുന്തിരിയും ആപ്പിളും ഒന്നും വീട്ടിലുണ്ടാക്കത്തില്ലല്ലോ. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഈ വിഷുവിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ വിഷു കൂടെയാണ്. അപ്പോൾ ജിന്നുവിന്റെ വീട്ടിൽ അങ്ങനെ കണി ഒരുക്കുന്ന ഒരു രീതിയൊന്നും ഇല്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും കണി ഒരുക്കും. ക്രിസ്ത്യൻസ് ആണെങ്കിലും ഞങ്ങൾ കണി ഒരുക്കും. അപ്പം ചിന്നുവിന്റെ വീട്ടിൽ കണി ഇല്ലാത്തതുകൊണ്ട് അവൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ കണി ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ. ചക്ക നമ്മുടെ വീട്ടിൽ ചക്കയാണ്. അപ്പോൾ അത് എടുത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ കട്ട് ചെയ്യാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ ഇതിന്റെ കറക്റ്റ് രീതി ഇതാണോ എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്തത്. ചില ഓരോ നാട്ടിൽ അല്ലെങ്കിൽ ഓരോ ഇതനുസരിച്ച് രീതിക്ക് വ്യത്യാസം വരാം, കാര്യങ്ങൾക്ക് വ്യത്യാസം. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പം നമ്മൾ കുറച്ച് പുളിഞ്ചിക്കയും കാര്യങ്ങളും വെച്ചു, ചെറിയൊരു പറയും ഉരുളിയൊക്കെ ഉണ്ട്. നമ്മൾ വിളക്ക് വെച്ചു. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ സീരിയൽ ലൈറ്റ് കൊടുത്തപ്പം ചിന്നു പറഞ്ഞ സീരിയൽ ലൈറ്റ് വെക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന രീതിയിൽ നമ്മൾ സീരിയൽ ലൈറ്റ് വെക്കുന്നേ ഉള്ളൂ. അപ്പം സീരിയൽ ലൈറ്റ് വെച്ചു, കണിക്കൊന്ന പൂവ് വെച്ചു. നമുക്ക് ഏകദേശം എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇനിയും കാര്യങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. വാൽക്കണ്ണാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ വെക്കുന്നില്ല. ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പം വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം സെറ്റാക്കി നേരം വെളുത്തിട്ടുണ്ട്. ഇനി കണി കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ തന്നെ രാവിലെ എണീറ്റ് വന്ന് വിളക്ക് കത്തിച്ചു. മമ്മിയും ചിന്നുവിനെ വിളിച്ചെണീപ്പിച്ചു. രണ്ടുപേരും കണിയൊക്കെ കണ്ടു. അപ്പോൾ അവര് ക്യാമറയുടെ ഫ്രണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. രാവിലെ എണീറ്റ് വന്നതുകൊണ്ടും രണ്ടുപേർക്കും ക്യാമറയുടെ ഫ്രണ്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് കണി കാണുന്നത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും എണീറ്റ് നമ്മൾ കണിക്കൊന്നൊക്കെ കണ്ടു, കൈനീട്ടമൊക്കെ കൊടുത്തു. ഇനി സദ്യക്കുള്ള പരിപാടിയിലേക്ക് പോകണം. എല്ലാവരെയും പോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു.